എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വനിതാ കമ്മീഷൻ അംഗങ്ങൾ പോകുന്നതിന് മുമ്പ് നാട്ടുകാർക്കുള്ള ഒരു നിർദ്ദേശം എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഈ കുടുംബത്തെ സംരക്ഷിക്കണം, എപ്പോഴും ഇങ്ങോട്ടൊരു നോട്ടം വേണം. കാരണം അപ്പുറത്ത് നിൽക്കുന്ന വലിയ പൈസ ഉള്ളവരാണ്. അതുകൊണ്ട് അവർ എങ്ങനെയും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടിയെ അപായപ്പെടുത്താൻ പോലും അവർ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് ഇങ്ങോട്ട് വേണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് നാട്ടുകാർ പറയുന്നു. അത് കഴിയുമ്പം പറയുന്നുണ്ട്, എപ്പോഴും ഒരു ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ നിങ്ങൾ ആരും ഇടയ്ക്കിടയ്ക്ക് കയറി ശല്യപ്പെടുത്തുകയൊന്നും ചെയ്യരുത്. അവൾ പതിയെ പതിയെ പഴയ ജീവിതത്തിലേക്ക് എത്തണം. പഴയതെല്ലാം മറന്ന് അവളുടെ ജീവിതത്തെ അവൾ സ്നേഹിച്ചു തുടങ്ങണം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അവളെ ശല്യം ചെയ്യാനൊന്നും പോകരുത് എന്നൊക്കെ പറയുമ്പം അതെല്ലാം അവർ സമ്മതിക്കുന്നുണ്ട്. അതുപോലെ അച്ഛനോടും അമ്മയോടുമായിട്ട് പറയുന്നുണ്ട്, അവളെ നോക്കിക്കോണം, നല്ല രീതിയിൽ തന്നെ അവൾക്ക് മനസ്സിന് ശക്തി കൊടുത്ത് നിങ്ങൾ കൂടെ കാണണമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും അവളുടെ കൂടെ കാണണം. കാരണം അവളുടെ മാനമാണ് നഷ്ടപ്പെട്ടത്. ആ നരാധമന്മാരെ ഇവളോട് ചെയ്തതിന് മൊത്തം നമുക്ക് തിരിച്ചു കൊടുക്കണം. അതിന് തക്കതായൊരു ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാരതെല്ലാം സമ്മതിക്കുന്നുണ്ട്. ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്നു. എന്നാൽ ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് വനിതാ കമ്മീഷൻ അവിടെ നിന്ന് ഇറങ്ങുക. അവരങ്ങ് പോയി കഴിയുമ്പോഴും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛനും അമ്മയ്ക്കും രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിന്ന് തോളയിലേക്ക് ചാരി നിന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. ഈ സമയം അകത്ത് ശരണ്യ കിടപ്പുണ്ട്. ശരണ്യ ഒന്നിനോടും വലിയ പ്രതികരണമൊന്നുമില്ല. ഇങ്ങനെ മുകളിലേക്ക് നോക്കി എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ കിടക്കുന്നു. അന്നേരമാണ് കുറച്ച് പഴമൊക്കെ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി കടിഞ്ചായൊക്കെ ആയിട്ട് അമ്മ വരുന്നുണ്ട്. ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ശരണ്യ. അതുകൊണ്ട് അതെങ്കിലും കഴിക്കട്ടെ എന്ന് ഓർത്താണ് അതെടുത്തുകൊണ്ട് വരുന്നത്. കൂടെ ഒരു ചേച്ചിയുണ്ട്. അവിടെ ഇരുന്ന് ഇത് കഴിക്കാൻ പറയുമ്പോൾ ശരണ്യ വേണ്ട, എനിക്ക് വേണ്ട എന്ന് തന്നെ പറയുന്നു. അന്നേരം മോളെ, നീ ഇങ്ങനെ തന്നെയായിരുന്നു ആശുപത്രിയിൽ വെച്ചും ഭക്ഷണം കഴിക്കാതിരുന്ന എങ്ങനെയാണ് ശരിയാകുന്നത്? മോള് കഴിച്ചേ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്നാണ് ശരണ്യ പറയുന്നത്. അന്നേരം ശരണ്യയുടെ അമ്മ വിഷമത്തോടെ അടുത്ത് നിൽക്കുന്ന ചേച്ചിയോട് പറയുന്നുണ്ട്, കണ്ടോ ചേച്ചി, ഇതാ ഇവളുടെ സ്വഭാവം, ഇപ്പോൾ ഒന്നും കഴിക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചേച്ചി കസേരയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കും. എന്നിട്ട് അതിൽ നിന്ന് പഴുത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് വായിലോട്ട് കൊടുക്കുവാണ്, കഴിക്കും മോളെ എന്ന് പറഞ്ഞ്. അന്നേരം എനിക്ക് വേണ്ട എന്ന് പറയുമ്പം അവർ പറയുന്നുണ്ട്, മോളെ നിനക്ക് വലിയൊരു ദുരന്തം സംഭവിച്ചു, ഈ ദുരന്തത്തിൽ നിന്ന് നിനക്ക് കര കയറണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയും. അന്നേരം അവർ വീണ്ടും പറയുന്നുണ്ട്, നമ്മളൊരു കുഴിയിൽ വീണു, അതിൽ ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, അതിൽ നിന്ന് നമുക്ക് തിരിച്ച് കയറണം. അങ്ങനെ തിരിച്ച് കയറണമെങ്കിൽ ശരീരത്തിന് ആരോഗ്യം വേണം, അങ്ങനെ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കണം, മനസ്സിന് സമാധാനം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശരണ്യ പറയുന്നത്, എനിക്കിനി ജീവിക്കേണ്ട, ഞാൻ എന്തിനാ ഇനി ജീവിക്കുന്നത്, അങ്ങ് മരിച്ചു പോട്ടെ, അതാ നല്ലത് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേൾക്കുന്നത് ഭയങ്കര സങ്കടമാകുന്നുണ്ട് ശരണ്യയുടെ അമ്മയ്ക്ക്. എത്ര നിർബന്ധിച്ചും ഭക്ഷണം കഴിക്കുന്നില്ല. സങ്കടപ്പെട്ട് അങ്ങോട്ടങ്ങ് ചെരിഞ്ഞ് കിടക്കുക. അന്നേരം ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, കണ്ടോ ചേച്ചി, ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് സഹിക്കുന്നത്? ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാ, ചക്കരെ പൊന്നെ എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ട് വന്നതാണ്. തുള്ളിച്ചാടി ഓടി നടന്ന പെങ്കൊച്ചാണ് ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്നത്. എൻ്റെ ആമക്കളെ പോലും ഞാൻ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. ഇങ്ങനെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്ന എൻ്റെ മകൾക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. ഏതെങ്കിലും ഒരമ്മയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുമോ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചില സമയത്ത് നെഞ്ചു പൊട്ടി അങ്ങ് മരിച്ചാൽ മതിയെന്ന് പോലും എനിക്ക് തോന്നാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശരണ്യയുടെ അമ്മ ഒരുപാട് കരയുന്നുണ്ട്. കേട്ട് നിൽക്കുമ്പോൾ നമുക്കും ആകെ സങ്കടം വരും. അന്നേരം ആ ചേച്ചി പറയും, മോളെ നീ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊന്നും പറയല്ലേ, അത് കേൾക്കുമ്പോൾ അവൾക്ക് സങ്കടമാവില്ല, നീ എഴുന്നേറ്റ് വന്നേ എന്ന് പറഞ്ഞ് അവർ ശരണ്യയുടെ അമ്മയും കൂട്ടി പുറത്തേക്ക് പോവാണ്. അന്നേരം ഭയങ്കര സങ്കടത്തോടെ അവിടെ ചെറിയൊരു കരച്ചിലോടെ കിടക്കുന്ന ശരണ്യാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ മനുവിനെ കാണിക്കുന്നുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം മനു നെടുമ്പൊരിക്കൽ വീട്ടിലേക്ക് വരുവാണ്. അവിടെ വന്ന് ബെല്ലടിച്ച് നിൽക്കുമ്പോൾ വന്ന് വാതിൽ തുറക്കുന്നത് അലീനയാണ്. വാതിൽ തുറന്ന് കഴിയുമ്പോൾ ആ മനുവേട്ടനും എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് ചോദിക്കുമ്പം ഞാൻ വീട്ടിലുണ്ടായിരുന്നു, ഒരു ജോലിയില്ല, അത് കളയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം അലീന ചോദിക്കുന്നുണ്ട്, ഈ ടെൻഷൻ അടിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന്. അന്നേരം അതാണ് റിയൽ ചലഞ്ച് എന്ന് പറയുന്നുണ്ട്. അന്നേരം മനു അത്യാവശ്യം ക്ഷീണിച്ച പോലെയായിട്ട് ഇരിക്കുന്നത്. അന്നേരം മനുവേട്ടൻ ആകെ ക്ഷീണിച്ചു പോയി എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, ഞാനും ഇതൊക്കെ കണ്ടും കേട്ടും അല്ലേ പിടിച്ചു നിൽക്കുന്നത്, അപ്പോൾ പിന്നെ ഇതൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി വരുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട് കേട്ടോ, അച്ഛൻ ഇവിടെ ഉണ്ട് എന്ന്. അന്നേരം ഞാൻ അറിഞ്ഞായിരുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് വന്ന കാര്യം അറിഞ്ഞായിരുന്നു, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ, പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ്, വെളിച്ചം കണ്ടിട്ടില്ല, അതുപോലെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്നു. അവിടെയും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നുണ്ട് മനു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുക കേട്ടോ. മനുവിനൊരു ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അലീന. അന്നേരം മനു കൃഷ്ണമോളോടും
ബബിതയോടുമായിട്ട് പറയുവാണ്, നിങ്ങൾ ഇനിയും സ്കൂളിൽ പോകാതെയും കോളേജിൽ പോകാതെയും ഒന്നും ഇരിക്കരുത്. നിങ്ങളുടെ പഠിപ്പാണ് മുടങ്ങി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി കോളേജിൽ പോകണം, അതുപോലെ സ്കൂളിലും പോകണമെന്ന് കൃഷ്ണമോളോടും പറയുമ്പം ബബിത പറയുന്നുണ്ട്, അങ്ങനെ നാണം കിട്ടി ഞാൻ ഇനി കോളേജിലോട്ട് പോകില്ല എന്ന്. അന്നേരം മനു ചോദിക്കും, പോകാതെ എങ്ങനെയാണ്, പോയേ പറ്റുള്ളൂ. ഞാനിങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നില്ലേ. ഞാൻ പുറത്തിറങ്ങിയപ്പം എന്നോടും ചോദിച്ചു പലരും, നിൻ്റെ അനിയൻ ഇതുപോലെ ഒരുത്തനാണ് എന്ന് ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല, അവൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. അപ്പം ഞാനും അവരോട് പറഞ്ഞു, എനിക്കും അറിയില്ലായിരുന്നു അവൻ ഇങ്ങനെയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അല്ലാതെ എന്ത് ചെയ്യാനാ, ഇതുപോലെ നിങ്ങളോടും ചോദിക്കും, അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം ബബിത പറയുന്നുണ്ട്, തലയും കുമ്പിട്ട് പോവും, അല്ലാതെ എന്ത് പറയാനാ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, ധൈര്യത്തോടെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, ഏട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയണം. പിന്നെയും എന്തെങ്കിലും പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊറിയുന്നുണ്ടോ എന്ന് വെച്ച് 2 ചീത്ത അങ്ങോട്ടും പറഞ്ഞേക്കണം, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് മനു പറയുന്നുണ്ട്. നേരം ബബിത പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ആണുങ്ങൾക്ക് പറ്റും, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊന്നും പറ്റില്ല എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ കൃഷ്ണമോളോട് എപ്പോഴും പറയാറുണ്ട് സ്കൂളിൽ പോകുന്ന കാര്യം, സ്കൂളിൽ പോകണം എന്ന് പറയാറുണ്ട്, വേണമെങ്കിൽ ഞാൻ കൂടെ വരാമെന്നും പറയാറുണ്ട് എന്നിങ്ങനെ പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, അലീന ചേച്ചി കൂടെ വരുവാണെങ്കിൽ ഞാൻ സ്കൂളിൽ പോയിക്കോളാം എന്ന്. അതിനിടയ്ക്ക് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, 1 വർഷം പോയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന്. അന്നേരം മനു പറയും, അങ്ങനെ 1 വർഷം നിങ്ങൾ മാറി നിൽക്കുമ്പം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും നിങ്ങൾ 1 വർഷം ബാക്കിലായി പോകും, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ മനു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നത്. അന്നേരം എപ്പോഴാണ് നീ വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഒരു 10 മിനിറ്റ് ആയുള്ളൂ എന്ന് പറയും. എങ്ങനെയുണ്ട് കൊല്ലപ്പള്ളിയിലെ കാര്യങ്ങളൊക്കെ, അവിടെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പം അവിടെ എല്ലാവരും ഭയങ്കര ചർച്ചയിലാണ്, ഹരിയെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ചർച്ചകളിൽ നീ എന്താ പങ്കെടുക്കാത്തത്, അവരെക്കാൾ ഉത്തരവാദിത്വം നിനക്ക് കാണേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, എത്രയൊക്കെ ചർച്ച ചെയ്താലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള റിയാലിറ്റി എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്തൊന്നും പങ്കെടുക്കാത്തത് എന്ന്. അന്നേരം ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ, ആ റിയാലിറ്റി എന്താ, എനിക്ക് അറിയത്തില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അതുകൊണ്ടായെന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടും, അതിപ്പോൾ ആരെ കണ്ടിട്ടും ആരോട് സഹായം അഭ്യർത്ഥിച്ചിട്ടും ഒരു കാര്യമില്ല. രാഷ്ട്രീയക്കാർ നമ്മളെ സഹായിക്കില്ല, കൂട്ടുകാർ നമ്മളെ ഒപ്പം നിൽക്കില്ല, റിലേറ്റീവ്സ് ഒട്ടും കൂടെ നിൽക്കത്തില്ല. ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആര് സഹായിക്കാനാ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാര്യമായതുകൊണ്ട്. അതുകൊണ്ട് ശിക്ഷ അനുഭവിക്കും, വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സഹായം ചോദിച്ചു നോക്കാം, കിട്ടിയാലോ, ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാലോ എന്നൊക്കെ പറയുമ്പം മനു പറയുന്നുണ്ട്, എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. അലീന തന്നെ പോലീസ് സ്റ്റേഷനിലായ സമയത്ത് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ കുറേ ആലോചിച്ചു. ഞാൻ സ്റ്റേഷനിലോട്ട് ചെല്ലാത്തതിൻ്റെ പേരിൽ അലീനയ്ക്ക് പോലും പരിഭവം കാണുമായിരിക്കും എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, എനിക്കങ്ങനെ പരിഭവമൊന്നുമില്ല, മനുവേട്ടൻ വരാതിരുന്നത് നന്നായി, അവരുടെ സ്വഭാവം വെച്ച് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. പിന്നെ എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റായപ്പം അവർക്കായിരുന്നു എന്നെ പേടി, കാരണം എന്നെ ആ രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ ട്രീറ്റ് ചെയ്തത്. അത് ഞാൻ പുറത്ത് പറഞ്ഞാലോ, പത്രസമ്മേളനം നടത്തി പറഞ്ഞാലോ എന്ന് അവർക്കൊരു പേടിയുണ്ടായിരുന്നു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യണമായിരുന്നു, ആ കൂട്ടത്തിലും ഇങ്ങനത്തെ ക്രിമിനൽസ് ഉണ്ട് എന്ന് നാട്ടുകാരും പുറത്തുള്ളവരും അറിയണമായിരുന്നു എന്ന് ബാലേന്ദ്രൻ പറയുമ്പം അലീന പറയുന്നുണ്ട്, എല്ലാവരും അങ്ങനെ അല്ലല്ലോ അച്ഛാ, ആ DYSP എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, അങ്ങനെ ഓർത്തപ്പോൾ ഞാൻ ആ കാര്യം അങ്ങ് വിട്ടു എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് മനു ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ഇനി ഇവരെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും പഠിക്കാൻ വിടണം കേട്ടോ അങ്കിളെ, അല്ലെങ്കിൽ ഇവരുടെ 1 വർഷം പോകും എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് അവർ തീരുമാനിക്കട്ടെ, നമ്മൾ അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, അവർ തീരുമാനിക്കട്ടെ എന്ന്. അത്രയൊക്കെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ബബിത നേരെ റൂമിൽ പോയി പിന്നെയും ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു, ചെറിയ പുഞ്ചിരിയോടെ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അന്നേരം മനു അങ്ങോട്ട് വന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് ബബിതേ എന്ന് വിളിക്കുമ്പോൾ അവൾ മുഖം ഉയർത്തി നോക്കൂ കേട്ടോ. അന്നേരം അടുത്തോട്ട് ചെന്നിട്ട് മനു പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന്. അന്നേരം ബബിത പറയുവാണ്, ഈ വീട്ടിൽ മനുവേട്ടൻ ഏറ്റവും കുറച്ച് സംസാരിക്കുന്നത് എന്നോടാണ് എന്ന്. അന്നേരം അതെന്താടി നിനക്ക് അങ്ങനെ തോന്നാൻ എന്നിങ്ങനെ ചോദിക്കുമ്പം ബബിത പറയുവാണ്, മനുവേട്ടൻ സൗന്ദര്യം നോക്കിയാൽ സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. അന്നേരം അതെന്താ, അങ്ങനെയാണെങ്കിൽ നിന്നോടല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, ഓ ഇനി എന്നെ കളിയാക്കുകയും കൂടി വേണ്ട, മനുവേട്ടൻ കൂടുതൽ സംസാരിക്കുന്നത് കൃഷ്ണജിയോടാണ്, പിന്നെ അലീന വന്ന പിന്നെ വേറെ ആരോടും സംസാരിക്കാറില്ല എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, അലീനയോടുള്ള എൻ്റെ സ്നേഹം അത് വേറെയാണ്, അതും നിങ്ങളോടുള്ള സ്നേഹവും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കൊഴുകണ്ട, എനിക്ക് നീയും കൃഷ്ണയും ഒരുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല എന്ന്. അന്നേരം ഓ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് ബബിത പറയുന്നു. അന്നേരം മനു പറയുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന
ഇരിക്കുന്ന സമയമാണ് ഇത്, ചില അനിഷ്ടങ്ങളുണ്ടായി, അത് നിനക്കറിയാലോ എന്ന് പറയുമ്പോൾ അലീന വന്നപ്പോൾ തൊട്ട് എന്ന് പറയാൻ തുടങ്ങുവാണ് ബബിത. അന്നേരം ആ കേസ് വിട്, അതല്ല ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറയും. എന്നിട്ട് മനു പറയുന്നുണ്ട് പല പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ പറയാനുള്ളത് നിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഡിവോഴ്സിൻ്റെ കാര്യമാണ്. നിൻ്റെ അമ്മ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നീ അതിനെ സപ്പോർട്ട് ചെയ്യരുത്, നീ അതിനെ എതിർക്കണം എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട് അമ്മ എന്നോട് ആ കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ എതിർക്കാനൊന്നും പോയില്ല, കാരണം എതിർത്തിട്ടും കാര്യമില്ല, അമ്മ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും, അതിന് യാതൊരു മാറ്റവും. അതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർക്കാതിരുന്നത് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് നീ എതിർക്കണം, അമ്മ അങ്ങനെ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ വരികയില്ല എന്ന് നീ പറയണം, നീ നിൻ്റെ അമ്മയുടെ കൂടെ പോകരുത് എന്ന് പറയും. അന്നേരം ബബിത പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മ തനിച്ചാകും, അതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ പോകുമെന്ന്. അന്നേരം മനു പറയുന്നുണ്ട് നീ പോകില്ല എന്ന് പറയണം, അപ്പോൾ നിൻ്റെ അമ്മ തനിച്ചാകുമെന്ന് മനസ്സിലാകുമ്പം അമ്മ ഈ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകില്ല, അതല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം ബബിത പറയുന്നുണ്ട് അതിനേക്കാൾ നല്ലൊരു മാർഗ്ഗമുണ്ടല്ലോ, അമ്മ പറഞ്ഞത് എന്താ, അലീനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ അമ്മ തിരിച്ചു വരാമെന്ന്, അതെന്താ അച്ഛൻ അനുസരിക്കാത്തത് എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് അത് നിൻ്റെ അച്ഛൻ്റെ മകളാണ് അലീന, അതുകൊണ്ടാണ് സമ്മതിക്കാത്തതെന്ന്. അന്നേരം ബബിത പറയുവാണ് അങ്ങനെ ഒരു മകളെ എൻ്റെ അമ്മയ്ക്ക് സഹിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് അമ്മ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന്. അന്നേരം മനു പറയുന്നുണ്ട് നിൻ്റെ അമ്മ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നാണോ നിൻ്റെ വിചാരം, അങ്ങനെയാണോ നീ വിചാരിച്ചു വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പം അമ്മയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അച്ഛനാണ് തെറ്റ് ചെയ്തത് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് അതങ്ങനെയല്ല, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഈ കുടുംബത്തിന് നിരക്കാത്തതായിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട് നീ ചെയ്തിട്ടുണ്ട്, നീ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, അതേ തെറ്റ് തന്നെ നിൻ്റെ അമ്മയും ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുവാണേ. അന്നേരം നീ എന്നോടാണോ തർക്കിക്കാൻ വരുന്നത്, നീ എന്തിനാ ഹരിയുടെ ഫോൺ എടുത്ത് പൊട്ടിച്ച് കളഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം അത് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഒന്നും കൊണ്ടല്ല, അവൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്ന വീഡിയോ കളയാൻ വേണ്ടിയല്ല നീ അത് അന്ന് ചെയ്തത് എന്ന് ചോദിക്കുമ്പം ഇല്ല അങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ മനുവിന് ദേഷ്യം വരുന്നുണ്ട്. മനു പറയുന്നുണ്ട് നീ എന്നോട് തർക്കിക്കാൻ വരുവാണോ, എന്താ സംഭവിച്ചത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ആ അമൽ എന്ന് പറയുന്ന ആ വേട്ടാവളീൻ്റെ കൂടെ നീ എവിടെയൊക്കെ പോയിട്ടുണ്ട്, എവിടെയൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ട്, അവൻ്റെ ഏതൊക്കെ കൂട്ടുകാരെ നിങ്ങൾക്ക് മുറി തുറന്ന് തന്നിട്ടുണ്ട്, അവിടെ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും പയ്യെ അങ്ങ് പതറി തുടങ്ങിയിട്ടോ ബബിത. എന്നിട്ട് മനു പറയുന്നുണ്ട് അവൻ്റെ കൂടെ പോയി നീ എന്തൊക്കെ തെറ്റ് ചെയ്തോ അതേ തെറ്റ് നിൻ്റെ അമ്മയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിൻ്റെ അച്ഛന് നിൻ്റെ അമ്മയോട് ഇഷ്ടക്കേട് വന്നത്, അത് നിൻ്റെ അമ്മ ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാം, നിൻ്റെ അച്ഛനും അതുപോലെ എൻ്റെ അച്ഛനും കൊച്ചച്ഛനും സകല ആൾക്കാർക്കും അറിയാം, അതുകൊണ്ടാണ് അവരാരും ഇപ്പം നിൻ്റെ അമ്മയെ സപ്പോർട്ട് ചെയ്യാത്തത്, ഇതൊന്നും വേറെ ആർക്കും അറിയത്തില്ലെന്നാണ് നിൻ്റെ അമ്മയുടെ വിചാരം, അതുകൊണ്ടാണ് നിൻ്റെ അമ്മ ഇത്രയും അഹങ്കരിക്കുന്നത്, അത് വെച്ച് മോള് കിടന്ന് അഹങ്കരിക്കാൻ നിൽക്കണ്ട, ഇനിയിപ്പോൾ ഇത് പോയി നിൻ്റെ അമ്മയോട് നീ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാര്യവും പൊട്ടും, അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്, അതുകൊണ്ട് മോളൊരു പൊടിക്കങ്ങ് അടങ്ങുക എന്ന് പറയും. അന്നേരവും വീണ്ടും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ തുടങ്ങുവാണേ ബബിത. അന്നേരം ബബിതയോട് ഇത്തിരി ദേഷ്യത്തിൽ മനു പറയുന്നുണ്ട് നീ ഒരുപാട് അങ്ങ് നെഗ്ലിക്കണ്ട, തറയിൽ നിൽക്കുക, കാരണം നിൻ്റെ ആ വീഡിയോ ഇപ്പോഴും ഹരിയുടെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് അങ്ങ് അടങ്ങ് മോളെ, അതാ നിനക്ക് നല്ലത് എന്ന് പറയുമ്പോൾ തകർന്നു, ഇനി ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ബബിത ആകെ വിഷമിച്ചങ്ങ് നിൽക്കുവാണ്. മനുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് പറയുന്നത് കേട്ട് എല്ലാവരോടും ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീർത്ത് മുന്നോട്ട് പോകാം, അതല്ല എങ്കിൽ ഇതൊന്നും നടക്കത്തില്ല, നിനക്കറിയാലോ നിൻ്റെ അമ്മ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനാണ് കയ്യും കാലും ഒടിഞ്ഞപ്പോൾ അവിടെ കിടക്കുന്നത്, നിൻ്റെ ചേട്ടനും തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനാണ് അവനിപ്പം ജയിലിൽ പോയി കിടക്കുന്നത്, നീയും തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഏത് രീതിയിൽ വരുമെന്ന് കണ്ടറിയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനു പോകുന്നത്. മനു എഴുന്നേറ്റ് പോകാനായിട്ടങ്ങ് തുടങ്ങുന്നു. എന്നിട്ട് വാതയ്ക്ക് പോയി ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കി നിൽപ്പുണ്ട് ബബിതയുടെ മുഖത്തേക്ക്. ബബിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം ഇടിച്ചു പൊട്ടിച്ച് കളഞ്ഞ വീഡിയോയിലൂടെ എല്ലാ രഹസ്യങ്ങളും അങ്ങ് തീർന്നു, ഇനി ആരെയും പേടിക്കണ്ട എന്നോർത്ത് അവനെയും ചാറ്റ് ചെയ്ത് വളരെ സന്തോഷമായിട്ട് റൂമിൽ കഴിഞ്ഞ് ബബിത അറിയുന്നു അത് ആ വീഡിയോ ഒരാളുടെ കയ്യിലുണ്ടെന്ന്. അവൾ ആകെ തകർന്നു പോയി വിറച്ചിരിക്കുവാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ബാലചന്ദ്രനോട് അലീന പറയുവാണ് ശരണ്യെ കാണാൻ പോകുന്ന കാര്യം. അവൾ വീട്ടിലോട്ട് വന്നു എന്നുള്ള കാര്യമൊക്കെ ന്യൂസ് പേപ്പറിലുണ്ട്. അപ്പം അങ്ങനെ കാണാൻ പോകണം, അവളോട് സംസാരിക്കണം, വീണുപോയി അവളെ പിടിച്ച് കയറ്റണം എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവർ വാദിഭാഗവും നമ്മൾ പ്രതിഭാഗവുമാണ്, അത് മറക്കരുത് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ അവളുടെ പക്ഷമാണ്, അല്ലാതെ വാദിഭാഗത്തല്ല എന്നുള്ള പ്രതിഭാഗത്തല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടാണ് അലീന അങ്ങോട്ട് പോകുന്നത്. അലീന അവിടെ ചെല്ലുമ്പം എവിടുന്നാ വന്നേ എന്നാ നമുക്ക് ചോദിക്കും. അലീന നല്ല വെടുപ്പായിട്ട്
പെങ്ങളായിട്ട് നെടുമ്പൊരിക്കൽ എന്നാന്ന് പറയും. അന്നേരം അവർ തെറ്റിദ്ധരിക്കുവാണ് ഈ രോഹിത്തിൻ്റെ പെങ്ങളാണ് എന്ന്. അതുകൊണ്ട് അവരെല്ലാവരോടും ഭയങ്കരമായിട്ട് അങ്ങ് അക്രമാസക്തമാകും. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും തിരിമറിക്കോ അല്ലെങ്കിൽ ശരണ്യയുടെ മനസ്സ് മാറ്റാനാണോ വന്നത് എന്നൊന്നും അറിയത്തില്ലോ. അവർ എല്ലാവരോടും നാട്ടുകാരെല്ലാവരോടും കൂടി അലീനെ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് തല വഴി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ വരെ നോക്കുന്നുണ്ട്. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.